Hello, welcome back to my channel. Today's video is all about hostel essentials. Especially നമ്മൾ ബിൽഡിങ്ങിൽ പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനമാണ് കൊണ്ടുപോകേണ്ടത് എന്നാണ് ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു ഹോസ്റ്റലിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടായിരിക്കണം, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം, നമ്മുടെ മാർക്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും അതുപോലെ തന്നെ ഫീസ് അടച്ച റെസിപ്റ്റും. നമ്മൾ എവിടെ നിന്ന് ഹോസ്റ്റലിൽ നിന്ന് വിളിക്കുമ്പം നേരത്തെ തന്നെ ഇതെല്ലാം പറഞ്ഞു തരും. എന്നാലും ഇത്രയും സംഭവം നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ മസ്റ്റായിട്ട് ഹോസ്റ്റൽ അഡ്മിഷൻ ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്. പിന്നെയെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബെഡും പില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെയാണ്. ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒരു 2 സെറ്റെങ്കിലും ഒരു 2 പെയറെങ്കിലും കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കണം. പിന്നെ നമുക്കറിയാം എൻ സി ആർ ടി നമ്മൾ കൊണ്ടുപോകണം. ഇഫ് നമുക്ക് എൻ സി ആർ ടി ഇല്ല, ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രില്യനിൽ പറഞ്ഞാൽ അവർ നമുക്കത് വാങ്ങിച്ചു തരും, നമ്മളത് പേ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സോ എൻ സി ആർ ടി ഈസ് എ മസ്റ്റ് തിങ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പീരിയോഡിക് ടേബിളാണ്. അത് നമുക്ക് കെമിസ്ട്രി പഠിക്കുമ്പോൾ കൂടുതൽ നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളുടെ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കാനാണെങ്കിലും ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാകുന്നത് ഭയങ്കര നല്ലതായിരിക്കും. അപ്പോൾ ഒരു കോപ്പി എടുത്തിട്ട് പീരിയോഡിക് ടേബിൾ കൊണ്ടുപോകുന്നതും ഒരുപാട് നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നോട്ട്ബുക്കോ പേപ്പറോ രണ്ടും വേണമെന്ന് പറയില്ല. കാരണം നമുക്ക് കൊടുത്ത് നോട്ട്സ് തരുമ്പം കൂടുതൽ കുട്ടികളും എഴുതാൻ വേണ്ടി പ്രിഫർ ചെയ്യുന്ന പേപ്പേഴ്സാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോ ചാപ്റ്റേഴ്സും സെപ്പറേറ്റ് ആയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കാമല്ലോ, അതുകൊണ്ട്. പിന്നെ ബുക്സിൽ എഴുതുന്നവരുണ്ട്. നമ്മൾ ഫസ്റ്റ് പോകുമ്പം കുറച്ച് കൊണ്ടുപോവുക, പിന്നെ നമുക്ക് സ്റ്റോർ അവൈലബിൾ ആയതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം അവിടെ തന്നെ മേടിക്കാം. പിന്നെ എഴുതി പഠിക്കാനും ഒക്കെ ആയിട്ട് വേറെ ബുക്സൊക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് കൊണ്ടുപോകാം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേഷനറീസാണ്. നമുക്ക് ഹൈലൈറ്റേഴ്സ് മസ്റ്റിംഗ് ആണെന്ന് അറിയാമല്ലോ. പിന്നെ പെൻ വേണം, പെൻസില്, പിന്നെ ഒരു നീറ്റ് ആസ്പിരൻ്റ് അല്ലെങ്കിൽ ഒരു ജെ ആസ്പിരൻ്റ് എന്ന് പറയുമ്പോൾ അവരുടെ വോള് ഫുള്ള് കാണാൻ പറ്റുന്ന സ്റ്റിക്കി നോട്ട്സാണ്. അപ്പം സ്റ്റിക്കി നോട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള മറ്റുള്ള സ്റ്റേഷനറീസ്, സീസേഴ്സും സെലോ ടേപ്പും അങ്ങനെയെല്ലാം കൊണ്ടുപോകാം. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്ന പേപ്പേഴ്സ് ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി പേപ്പർ ക്ലിപ്പ്, സ്റ്റാപ്ലർ, പിന്നെ ഒരു പെൻ സ്റ്റാൻഡ് എടുക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മളുടെ ടേബിളെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ഒരു ഫയല്, പേപ്പറിലെല്ലാം എഴുതുന്നത്, അപ്പോൾ പേപ്പറെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഫയല്. പിന്നെ ഒരു അലാറം മസ്റ്റാണ്. കാരണം നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നുമില്ല, അപ്പം ഒരു അലാറം ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ബക്കറ്റും മഗ്ഗും നമ്മൾ കൊണ്ടുപോകണം. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റുള്ള ടോയ്ലറ്ററീസ് എല്ലാം തന്നെ എടുക്കണം. പേസ്റ്റ്, ബ്രഷ്, ഷാമ്പു, കണ്ടീഷണർ അങ്ങനത്തെ എല്ലാം കൊണ്ടുപോകണം. വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഡ്രസ്സസ് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ക്ലോത്ത് ക്ലിപ്പ് കൊണ്ടുപോകാം, ടവൽസ് അതെല്ലാം കൊണ്ടുപോകും. ഒരുപാട് ഡ്രസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഹോസ്റ്റലിൽ നിൽക്കാനുള്ള ഡ്രസ്സും അതുപോലെ തന്നെ ക്യാമ്പസിൽ പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സും അത്യാവശ്യം കൊണ്ടുപോകും. പിന്നെ ക്ലോത്ത് ക്ലിപ്പ് ഞാൻ മസ്റ്റായിട്ട് പറഞ്ഞു, കാരണം നമ്മൾ തുണി വിരിച്ചിടുന്ന സമയത്ത് കാറ്റടിക്കുമ്പോൾ പറന്നു പോകാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ക്ലോത്ത് ക്ലിപ്പ് മസ്റ്റായിട്ട് പറയുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ വാട്ടർ ബോട്ടിൽ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഒരു വാട്ടർ ബോട്ടിലല്ല, ഒന്നിൽ കൂടുതൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതാണ് നല്ലത്. കാരണം ഇപ്പോൾ ചിലപ്പം നമ്മളുടെ റൂമിൻ്റെ പുറത്തായിട്ട് ചിലപ്പം വെള്ളം ഉണ്ടാകണമെന്നില്ല. അപ്പം നമ്മൾ മെസ്സിൽ പോകുമ്പോഴായിരിക്കും വെള്ളം എടുക്കേണ്ടത്. ചില ഹോസ്റ്റലുകളിൽ രാത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ മെസ്സ് അടയ്ക്കും. അപ്പം നമ്മൾ രാത്രിക്ക് മുന്നേ തന്നെ വെള്ളം എടുത്ത് വെക്കണം. അപ്പം ഒന്നിൽ കൂടുതൽ വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. പിന്നെ ഫ്ലാസ്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്ലാസ്ക് നമുക്ക് ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടി, നമുക്ക് പനിയൊക്കെ വരുവാണെങ്കിൽ ചൂടുവെള്ളം കുടിക്കാൻ വേണ്ടിയും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് കോഫി ഇട്ട് കുടിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമുക്കൊരു ഫ്ലാസ്ക് ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമുക്കറിയാം നമുക്കൊരു പ്ലേറ്റ് വേണം, ഒരു മഗ് വേണം. ഇതൊക്കെ ആസ് യൂഷ്വൽ എല്ലാ ഹോസ്റ്റലിലെയും പോലെ തന്നെ. പിന്നെ ഒരു സ്കൂൾ ബാഗ് ഉണ്ടാകണം. പിന്നെ റെയിനി സീസണിൽ കുട വേണമെന്ന് പറയാൻ കാരണം എല്ലാ ഹോസ്റ്റലിൻ്റെ അടുത്തേക്ക് നമുക്ക് ബസ് വരണം എന്നില്ല. നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തിട്ടാകും, അതായത് കുറച്ച് ഡിസ്റ്റൻസ് നമ്മൾ നടന്നു പോകേണ്ടി വരും ബസ് വരുന്ന സ്ഥലത്തേക്ക്. അപ്പോൾ അതുകൊണ്ട് കുട മസ്റ്റാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മെഡിസിൻസ്, അത് നമ്മളിപ്പം ഏതെങ്കിലും ഒരു മെഡിസിൻ റെഗുലറായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ ആ മെഡിസിനോ അല്ലെങ്കിൽ പാരസിറ്റാമോൾ അങ്ങനെയൊക്കെയുള്ള അത്യാവശ്യം ബേസിക്കായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ മെഡിസിൻസും കയ്യിലുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ ഒരു ടേബിൾ ലാമ്പ്, രാത്രിയിൽ നമ്മളുടെ ഫ്രണ്ട്സൊക്കെ ഉറങ്ങുന്ന സമയത്ത് നമുക്കിന്ന് പഠിക്കാൻ വേണ്ടി ഒരു ടേബിൾ ലാമ്പ് വേണം. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് സ്റ്റോറേജ് ബോക്സസ്, അതിപ്പം നമുക്ക് പല സാധനങ്ങൾ കാണാൻ അവിടെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പം സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി കുറച്ച് സ്റ്റോറേജ് ബോക്സസ് കയ്യിൽ കരുതുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ കുറച്ച് സ്നാക്സ്, അത് നമ്മുടെ ഇഷ്ടം പോലെ. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറഞ്ഞാൽ ടിഫിൻ ബോക്സാണ്. ടിഫിൻ ബോക്സ് നമുക്ക് ലഞ്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ടിഫിൻ ബോക്സ് നമ്മുടെ ഹോസ്റ്റലിൽ കൊടുക്കും. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് ടൈം ആകുമ്പോഴത്തേന് നമ്മളുടെ ക്യാമ്പസിൽ നിന്ന് വണ്ടിയിൽ പോയിട്ട് അവർ നമുക്ക് ടിഫിൻ ബോക്സ് കൊണ്ടുതരും. അപ്പം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലുള്ള ടിഫിൻ ബോക്സസാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ ടിഫിൻ ബോക്സും ഒരുമിച്ചാണ് ക്യാമ്പസിൽ കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ടിഫിൻ ബോക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി അവിടെ അത്യാവശ്യം ഒരു റഷ് ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ ഒരു ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 100 സ്റ്റുഡൻസ് കാണും. ആ 100 പേരുടെയും കൂടെ ടിഫിൻ ബോക്സ് ഒരേ സ്ഥലത്തായിരിക്കും, എല്ലാവരുടെയും സ്റ്റീലും ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കാൻ നല്ല ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള ടിഫിൻ ബോക്സ് ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുകൊണ്ട് കുറച്ചും കൂടെ പ്രിഫർ ചെയ്യുന്നത്
അത്യാവശ്യം നല്ല കളർഫുള്ളായിട്ടുള്ള ഇതുപോലത്തെ ടിഫിൻ ബോക്സുകളാണ്. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ക്യാഷ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനുള്ള ക്യാഷും അതുപോലെ തന്നെ ATM കാർഡ്. ഫീസ് എടുക്കാൻ വേണ്ടി നമ്മുടെ ക്യാമ്പസിനകത്ത് തന്നെ നമുക്ക് ഒരു ATM കൗണ്ടറുണ്ട്. പിന്നെ ക്യാമ്പസിൻ്റെ ബ്ലോക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് വേറെ കൗണ്ടേഴ്സ് ഉണ്ട്. ക്യാമ്പസിൻ്റെ പുറത്തും നമുക്ക് ATM കൗണ്ടേഴ്സ് ഉണ്ട്. D ബ്ലോക്കിലാണെങ്കിൽ D ബ്ലോക്കിനകത്ത് തന്നെ ATM കൗണ്ടേഴ്സ് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ എല്ലാവർക്കും ഡൗട്ടാണ് ബില്ലിൽ ഫോൺ യൂസ് ചെയ്യാമോ എന്നുള്ളത്. യെസ്, ഫോൺ യൂസ് ചെയ്യാം. നമുക്ക് ഏത് മോഡലിൽ ഫോൺ വേണ്ട ഉപയോഗിക്കാം, ഒരു പ്രശ്നവും ഇല്ല. നമുക്ക് വീക്കിലി 3 ദിവസമാണ് നമുക്ക് ഫോൺ തരുന്നത്. ഇപ്പം ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മൺഡേ, വെനസ്ഡേ, അതുപോലെ തന്നെ ഫ്രൈഡേ ഇങ്ങനെയാണ് നമുക്ക് ഫോൺ വരുന്നത്. അപ്പം ഓൺലൈൻ ഹോസ്റ്റലിൽ വരുന്ന സ്റ്റുഡൻസ് വരുമ്പം അവരുടെ ഡേറ്റ് മാറും. കാരണം നമുക്ക് വീക്ക്ലി എക്സാമിൻ്റെ ബേസിലാണ് നമുക്ക് ഫോൺ ഡേയ്സ് അറേഞ്ച് ചെയ്യുന്നത്. എന്തായാലും വീക്ക്ലി 3 ഡേയ്സാണ് നമുക്ക് ഫോൺ വരുന്നത്. അതിപ്പം കീപാഡ് ഫോൺ വേണം അങ്ങനെയൊന്നുമില്ല, സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഉപയോഗിക്കാം. കാരണം നമുക്ക് ആ കിട്ടുന്ന 1 അവർ 7:30 to 8:30 ആണ് മിക്ക ഹോസ്റ്റൽസിലും. ആ ഒരു 1 അവർ കഴിയുമ്പോൾ നമ്മളുടെ ഫോൺ വാർഡിൽ കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിലേക്ക് വേണ്ടി നമുക്ക് ഏത് ഫോണാണെങ്കിലും പ്രശ്നമില്ല, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ആ ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ തിരിച്ചു കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ വരുന്ന ആദ്യത്തെ ഒരു മന്ത് ഉണ്ടല്ലോ, ആ ഒരു മന്ത് നമുക്ക് എന്തായാലും ഫുൾ ടൈം ഫോൺ നമ്മുടെ കയ്യിൽ തന്നെ കാണും. പിന്നെ എപ്പോഴും ഉപയോഗിക്കരുത്. നമുക്ക് പഠിക്കുന്ന ടൈമിൽ പഠിക്കുക, എപ്പോഴും ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് ബ്രേക്ക് ടൈമുകളിലൊക്കെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാവുന്നതാണ്. വരുന്ന ആ ഒരു മന്ത് മാത്രം. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും, അതായത് എല്ലാ വീക്കിലും നമുക്ക് 3 ഡേയ്സാണ് ഫോൺ കിട്ടുന്നത്. പിന്നെ നമ്മൾ ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ട മറ്റൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പാണ്. ടാബ് നമുക്ക് ബില്ലെൻറ്റിൽ തന്നെ വാങ്ങിക്കാൻ പറ്റും. പക്ഷേ ലാപ്ടോപ്പ് അവിടെ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് എന്താണോ നമ്മൾ പ്രിഫർ ചെയ്യുന്ന ആ സംഭവം നമ്മൾ കൊണ്ടുപോവുക. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ടാബിനൊരു കവർ അത് നമ്മൾ മസ്റ്റായിട്ട് മേടിക്കണം. നമ്മുടെ ടാബ് മിക്കപ്പോഴും സാംസങ് ഗാലക്സീൻ്റെ ടാബായിരിക്കും വരുന്നത്. അപ്പോൾ അത് കിട്ടിയതിന് ശേഷം ഒരു കവർ വാങ്ങുന്നത് നല്ലതായിരിക്കും. ഇത് കസ്റ്റമൈസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. നമ്മൾ ചെന്നൊരു ഹാഫ് മന്തൊക്കെ കഴിഞ്ഞിട്ടേ നമുക്ക് ടാബ് കിട്ടത്തുള്ളൂ. ടാബിനേക്കാളും കുറച്ചും കൂടി ടൈം എടുക്കും ലാപ്പ് കസ്റ്റമൈസ് ചെയ്ത് കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മളുടെ കോഴ്സ് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ ടാബ് കസ്റ്റമൈസേഷൻ ഓട്ടോമാറ്റിക്കലി മാറുന്നതായിരിക്കും. നമ്മൾ വൈഫൈ കണക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ മസ്റ്റായിട്ടും എന്താ സംഭവമാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ദ വെരി ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഒരു മോയ്സ്ചറൈസർ അത് കയ്യിലുണ്ടായിരിക്കണം. കാരണം വിൻ്റർ സീസൺ ആണെങ്കിലും സമ്മർ സീസൺ ആണെങ്കിലും നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു സംഭവമാണ് മോയ്സ്ചറൈസർ. പിന്നെ വെരി മസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നൊരു സംഭവമാണ് ഇൻഫെക്ഷൻസ് ആൻഡ് അലർജീസ്. അത് ഇല്ല എന്ന് പറയാൻ പറ്റില്ല എല്ലാ ഹോസ്റ്റലിലും എല്ലാ സ്റ്റുഡൻസിനും. കാരണം നമ്മൾ ഇത്രയും നാൾ വീട്ടിൽ നിന്നവരൊരു ഹോസ്റ്റലിലേക്ക് ചെന്ന് ഇപ്പം പല കാര്യങ്ങളും ഉപയോഗിക്കുമ്പം അത് കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഒരാൾക്കൊരു ഡിസീസ് വന്നാൽ അത് ഒരു പനി വന്നാൽ തന്നെ എല്ലാവർക്കും പകരാൻ ചാൻസ് ഉണ്ട്. അപ്പം മസ്റ്റായിട്ടും കയ്യിലുണ്ടാകേണ്ട ഒരു സാധനമാണ്. നമുക്ക് കാൻഡിഡ് ബിയും അബ്സോർബും ഒക്കെ പോലുള്ള നമുക്ക് ക്രീംസും പൗഡേഴ്സും ഒക്കെ ഉണ്ടെങ്കിൽ ഇൻഫെക്ഷൻസിനും അലർജീസിനും അത് വളരെ നല്ലതാണ്. ഇനി നമുക്ക് എന്താണ് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ലാത്തതെന്ന് പറഞ്ഞാൽ യെസ്, നമുക്ക് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. കെറ്റിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ അയൺ ബോക്സ് ഉപയോഗിക്കാൻ പറ്റില്ല. നമുക്ക് അയൺ ബോക്സ് നമുക്ക് ഓൾറെഡി ഒരു ഹോസ്റ്റലിൽ ഓരോ ഫ്ലോറിലും മിക്കപ്പോഴും കാണും. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്ലോറിൽ 2-3 അയൺ ബോക്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അത് നമ്മൾ ഉപയോഗിക്കുക. അതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. പിന്നെ ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മളുടെ ഹോസ്റ്റലിൽ മിററുകൾ വളരെ കുറവായിരിക്കും. ചില ഹോസ്റ്റലുകളിൽ കണ്ണാടി ഇല്ല. അപ്പോൾ കണ്ണാടി ഉണ്ടെങ്കിൽ നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് പോകുമ്പോൾ ഒരു കണ്ണാടി കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക. കാരണം മിക്ക ഹോസ്റ്റലുകളിലും കണ്ണാടി ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഹോസ്റ്റൽസ് എല്ലാം കുഴപ്പമില്ല, അടിപൊളിയാണ്. ഹോസ്റ്റലിലെ ഫുഡും ഡീറ്റെയിലും ഒക്കെ നിങ്ങൾക്ക് അറിയണം താല്പര്യം ഉണ്ടെങ്കിൽ പറയുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.